Nokia 6.1Plus എന്ന നോക്കിയ കമ്പനിയുടെ പുതിയൊരു മോഡൽ ഫോണാണ്. അപ്പോൾ നമുക്കതിൻ്റെ അൺബോക്സിങ് ഒന്ന് ചെക്ക് ചെയ്യാം. ഈ ഒരു മൊബൈൽ ഫോൺ ഞാൻ പർച്ചേസ് ചെയ്തത് ഫ്ലിപ്കാർട്ടിൽ നിന്നായിരുന്നു. തുടക്കത്തിൽ 18,000 രൂപയോളമായിരുന്നു ഇതിൻ്റെ റേറ്റ്, അതായത് വില കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാനിത് ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ സെയിലിൽ നിന്നായിരുന്നു വാങ്ങിച്ചത്. അപ്പോൾ എനിക്ക് 15,000 രൂപയ്ക്കാണ് ഈ ഒരു ഫോണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ വില 15,000 ആക്കി അവർ ചുരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബോക്സ് ഒന്ന് പൊളിച്ചു നോക്കാം. നോക്കിയയുടെ എല്ലാ ഫോണുകളുടെയും മോഡലിൽ തന്നെയാണ് ഇതിൻ്റെ ബോക്സിംഗ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മൊബൈൽ ഫോൺ രണ്ട് സൈഡും, അതായത് ഫോണിൻ്റെ ഫ്രണ്ട് ഗ്ലാസും ബാക്ക് ഗ്ലാസും ഗോറില്ല പ്രൊട്ടക്ഷനോട് കൂടിയുള്ള ഗ്ലാസ് ടൈപ്പാണ് വരുന്നത്. സൈഡ് മെറ്റൽ ടൈപ്പുമാണ് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഇതിൻ്റെ യൂസർ മാനുവലാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇത് ചാർജർ ബോക്സ് ആയിരിക്കണം. ഓക്കെ, ഹെഡ്സെറ്റും ഇതിൻ്റെ കൂടെ തന്നെയുണ്ട്. നോക്കിയയുടെ ഒരു പ്രത്യേകതയാണ്, ഏതൊരു മോഡൽ ഫോൺ എടുക്കുമ്പോഴും നമുക്ക് ഹെഡ്സെറ്റ് ഉണ്ടാകും കൂടെ. ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകതയായിട്ട് നമുക്ക് സ്പീഡ് ചാർജിങ് 3.0 ആണ് നോക്കിയ ഇതിന് കൊടുത്തിട്ടുള്ളത്. ബാറ്ററി 3000 mAh ആയിരുന്ന ക്വിക്ക് ചാർജിങ് 3.0 ഉള്ളത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഫോൺ ചാർജ് ആവുന്നുണ്ട്. വളരെ പ്രീമിയം ലുക്കിൽ തന്നെയാണ് ഫോൺ അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഫോണിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഈ ഒരു ഫോണിന് ബാക്ക് ക്യാമറ 16 MP മെയിൻ ക്യാമറയും സെക്കൻഡറി, അതായത് ഡെപ്ത് സെൻസർ 5 MP കമ്പനി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫോക്കസിങ്ങും പിന്നെ ഇമേജ് സ്റ്റെബിലൈസേഷനും കമ്പനി ഈ ഒരു ക്യാമറയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു മെയിൻ ഫീച്ചർ തന്നെയാണ്. പിന്നെ ഫ്രണ്ട് ക്യാമറ 16 MP കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് ക്യാമറയിലും ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ വരുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ഷോട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഫോണിൻ്റെ ഹാർഡ്വെയർ സിസ്റ്റം വരുന്നത്. ഇനി നമുക്ക് സ്ക്രീൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. Android 1 ആണ് ഇതിൻ്റെ സോഫ്റ്റ്വെയർ കമ്പനി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗൂഗിളിൻ്റെ പുതിയ അപ്ഡേറ്റ്സ് നമുക്ക് പെട്ടെന്ന് തന്നെ ഫോണിലേക്ക് ലഭിക്കുവാനും സാധിക്കും. ഓപ്പണിംഗ് ലോഗോ ആയിട്ട് നോക്കിയയുടെ സിമ്പിൾ തന്നെയാണ്. അത് പണ്ട് കാലം മുതലേ നോക്കിയ കൊടുത്തിട്ടുള്ള ആ സെയിം സിമ്പിൾ തന്നെയാണ് ഇതിലും വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു വെൽക്കം സ്ക്രീൻ കംപ്ലീറ്റ് ചെയ്യാം. ആദ്യം ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ലാംഗ്വേജ് ഇംഗ്ലീഷ് ഇന്ത്യ, ഇംഗ്ലീഷ് യുണൈറ്റഡ് കിങ്ഡം. അത് നമുക്ക് ഓക്കെ ലെറ്റ്സ് ഗോ കൊടുക്കാം. ശേഷം വൈഫൈ കണക്ഷൻ, അതായത് നെറ്റ് കണക്ഷൻ ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് സ്കിപ്പ് ചെയ്ത് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. ശേഷം ഡേറ്റ് ആൻഡ് ടൈം നമുക്ക് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം GMT 5:30 അത് കൊടുക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ടൈം റെഡി ആകുന്നതാണ്. ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഫോണിനൊരു നെയിം കൊടുക്കാൻ പറയും. അവിടെ നമുക്കിഷ്ടമുള്ള ഒരു നെയിം കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് പ്രസ് ചെയ്യുക. അതിനുശേഷം സെക്യൂരിറ്റി പാർട്ടാണ്
സെറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഫിംഗർ പ്രിൻ്റ് ഇവിടെ നിന്ന് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്ത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഒരു പിൻ കോഡ് സെറ്റ് ചെയ്ത ശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. ശേഷം സെയിം പാസ്വേഡ് തന്നെ റീ എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കടക്കാം. ഇവിടെ നമുക്ക് മോർ എന്നടിച്ചതിന് ശേഷം ഐ എഗ്രി എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഫസ്റ്റ് വെൽക്കം സ്റ്റേജ് കഴിഞ്ഞിരിക്കുകയാണ്. യു ആർ നിയർലി റെഡി ടു ഗോ, ലെറ്റ്സ് ഗോ കൊടുക്കുക. ശേഷം നമുക്ക് ചാർജർ ഒന്ന് പരിചയപ്പെടാം. ചാർജർ വരുന്നത് 5 വോൾട്ട് 2 ആംപിയർ ചാർജറാണ്. അതുകൊണ്ട് തന്നെ വളരെ സ്പീഡായി ഫോൺ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. 3000 mAh ബാറ്ററി ആണെങ്കിലും അത്യാവശ്യം 1 ഡേ ബാക്കപ്പ് ഒക്കെ എനിക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ശേഷം നമുക്ക് ഹെഡ്സെറ്റ് നോക്കാം. ഹെഡ്സെറ്റ് ഓവർ സൗണ്ടിങ് സിസ്റ്റം ഒന്നും അല്ലെങ്കിലും ഒരു നോർമൽ ഹെഡ്സെറ്റാണ് നോക്കിയ കൊടുത്തിട്ടുള്ളത്. പിന്നെ വരുന്ന ഒരു മെയിൻ ഫീച്ചറാണ് USB-C പോർട്ട് ആണ് കമ്പനി ഇതിന് കൊടുത്തിട്ടുള്ളത്. അതായത് USB 2.0 കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങിയിട്ടുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജി വന്നിട്ടുള്ള ഒരു പോർട്ടാണ് USB-C പോർട്ട്. അപ്പോൾ അതിൻ്റെ കേബിളാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് കേബിൾ വരുന്നത്. അപ്പോൾ ഈ ഒരു ടെക്നോളജി വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.